ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 2025 നടത്തിയൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ പാർട്ട് 3 ആണ്. 11/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, 2 പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതൽ. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഒന്നേതാണ്? താരതമ്യേന വീതി കുറവാണ്. മൂന്നാമത്തത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 1ഉം 3ഉം ആണ് ശരി. ഓക്കെ, എപ്പോഴും മാറി മാറി ചോദിക്കാറുള്ളതാണ് ഈ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. നമുക്കൊന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തെ പറ്റി പറയുകയാണെങ്കിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. എന്നാൽ കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. ഇനി താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്. പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവും, വീതി താരതമ്യേന കൂടുതലാണ് കിഴക്കൻ തീരസമതലത്തിന്. ഓക്കെ, ഇനി ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാൻ പറ്റും. പടിഞ്ഞാറൻ തീരസമതലം ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഇനി കിഴക്കൻ തീരസമതലമാണെങ്കിൽ കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെയാണ് തിരിക്കാൻ പറ്റുക. ഓക്കെ, കോറമാണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസ് തീരസമതലം എന്നാണ് കിഴക്കൻ തീരസമതലത്തെ തിരിക്കുന്നത്. ഓക്കെ, ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. എന്നാൽ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി, എവറസ്റ്റ്, കാഞ്ചൻജംഗ, ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ്, കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൊടുമുടി ഏതെന്ന ക്വസ്റ്റ്യനിൽ ഗോഡ്വിൻ ആസ്റ്റിൻ ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇതിൽ ഗോഡ്വിൻ ആസ്റ്റിൻ ഇല്ല ഓപ്ഷനിൽ, അതുകൊണ്ട് നമുക്ക് കാഞ്ചൻജംഗ എടുക്കാം. കാഞ്ചൻജംഗ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഓക്കെ, ഇനി കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ചോദിക്കാറുള്ളതാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ലോകത്തിലെ ആണെങ്കിൽ എവറസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ കാഞ്ചൻജംഗ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രം. അതായത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അയ്യങ്കാളിയല്ല. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് ശരിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും ശരിയാണ്. ഓക്കെ, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1956 നവംബർ 1, 1949 ജൂലൈ 1, 1949 ജനുവരി 12, 1948 ജൂലൈ 28. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. 1949 ജൂലൈ 1 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. ഇനി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരള സംസ്ഥാനം, കേരളപ്പിറവി 1956 നവംബർ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ഖേദ, അഹമ്മദാബാദ്, ചമ്പാരൻ, അമൃത്സർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചമ്പാരനാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ. ഇനി ഖേദ ഗുജറാത്തിലാണ്. ഖേദ സമരം നടന്നത് 1918 ഖേദ സമരം 1918. അഹമ്മദാബാദും ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നതും 1918. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ, വില്യം ജോൺസ്, ദയാനന്ദ സരസ്വതി, ദേബേന്ദ്രനാഥ ടാഗോർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജൊനാഥൻ ഡങ്കനാണ്. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടു മാത്രം. പ്രവശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. ഇതാണ് ബന്ധമില്ലാത്തത്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, അതേപോലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നുള്ളത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാണ് വർഷം? ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇനി വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം 1836 സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ഇനി ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധമായ 2 കൃതികളാണ് പ്രാചീന മലയാളം, അതേപോലെ അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താ പദ്ധതിയും പ്രാചീന മലയാളവും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ, P വത്സല, S ഹരീഷ്, അശോകൻ ചെരുവിൽ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ ആണ്, NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. ഇനി 2021 കിട്ടിയത്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. എന്താണ് പറഞ്ഞത്? 2021 P വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആസാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാളാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീമൂലം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, ധർമ്മരാജ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1723 വേണാട്ടു ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വേണാട്ടു ഉടമ്പടി വർഷം 1723 1723 വേണാട്ടു ഉടമ്പടി ഒപ്പുവെച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ കുളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അത് വർഷം 1741. ഓക്കെ. നമ്മുടെ ചാനൽ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബക്കർ, ജോൺ ഫോസ്, ഹാൻ കാങ്, ഹരോൾഡ് പീറ്റർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം,
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് വേർതിരിച്ചത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റിയത്. ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തി. അത് ഇപ്പോൾ നിയമാവകാശം മാത്രമാണ്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. സോവിയറ്റ് യൂണിയൻ ആണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം തെറ്റാണ്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് എന്ന് പറഞ്ഞ് തെറ്റാണ്. ഉത്തരം 52 സെക്കൻഡാണ്. ഓക്കെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെയുള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഒന്നേതാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണ്. അതേപോലെ മൂന്നാമത്തതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി രണ്ടെന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളത് തെറ്റാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഏതാണോ നേരത്തെ അതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. മറ്റേ സൈഡിൽ കൊടുത്തിരിക്കുന്നത് വകുപ്പ് 21, 21A, വകുപ്പ് 32, വകുപ്പ് 17. ഇതിൽ കറക്റ്റായിട്ടുള്ള ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എയിൽ കറക്റ്റായിട്ടുള്ള ജോഡി A4 ആണ്. A4 തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്ന വകുപ്പ് 17 ആണ്. ബി എന്താണ്? B1 ആണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷകൻ വകുപ്പ് 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അത് മൂന്നാമത്തത് 32 ആണ്. റിട്ടുകൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. VP മേനോൻ, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ. ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഫസൽ അലി.
അടുത്ത ക്വസ്റ്റ്യൻ, പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോറി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാൻഡമസ് ആണ്. കർത്തവ്യം നിർവഹിക്കുന്നതിൽ തെറ്റുവരുത്തി കഴിഞ്ഞാൽ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി, മാൻഡമസ് ആണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇവരാരുമല്ല. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരമാണ്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. അതും ചോദിക്കാറുള്ളത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 20, 21, 22, 15. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 ഭാഷകളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ, ചെമ്മീൻ, അയല, ആവോലി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഓപ്ഷൻ എ ആണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക മത്സ്യം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം അയലയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 10, 12, 9, 8. ഉത്തരം ഓപ്ഷൻ സി ആണ്, 9 ആണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, പി പ്രസാദ്, പി രാജീവ്. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി, കെ കൃഷ്ണൻകുട്ടിയാണ്. വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ജലമാണ് റോഷി അഗസ്റ്റിൻ. പി പ്രസാദ് കൃഷിയാണ്. പി രാജീവ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററാണ്. ഓക്കെ. നിയമവും ഇൻഡസ്ട്രിയലും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41, 44, 3, 4. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 ആണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി. 41 എണ്ണമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്. 44ൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, സേവനയല്ല സേചനയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? മലമ്പുഴ, വാഴാനി, പീച്ചി, കല്ലട. ഉത്തരം ഓപ്ഷൻ സി, ഡി ആണ്, കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കൊല്ലം ജില്ലയിലാണ് കല്ലട ജലസേചന പദ്ധതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹിമാൻ, കെ രാധാകൃഷ്ണൻ, പി രാജീവ്, പി പ്രസാദ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വി അബ്ദുറഹ്മാനാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി, തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. ഓക്കെ. ചട്ടമ്പി സ്വാമികളുടെ സമാധി ആണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മന. ഓക്കെ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഇത്രയും GK ചോദ്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചുകൊണ്ട് പോകുന്നത് ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.